ഇത് നമ്മുടെ ബാർബിക്യൂനുള്ള ചിക്കനാണ്. മസാല എല്ലാം കൂട്ടി കറിവേപ്പിലയൊക്കെ ഇട്ട് ഇളക്കി അങ്ങ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ബാർബിക്യൂ ചെയ്തെടുത്താൽ മതി. ഹായ് ഗൈസ്, ചെറിയ വ്ളോഗാണ് കേട്ടോ. ഗ്രില്ല് ചെയ്യാൻ പോവാണ് ചിക്കൻ. വൺ ഡേ ട്രിപ്പ്. ആർ യു റെഡി? Yes. Hi guys, we are ready to go to our trip. എല്ലാം പാക്ക് ചെയ്ത് നോക്കിയപ്പോൾ 3-4 ബാഗുകൾ പതിവ് പോലെ രണ്ടുപേരും ഇരിക്കുന്നു. സ്ലോ മോഷനാണ്. Hi everybody, we're going to our trip. ഹായ്, ഞങ്ങൾ സ്റ്റുവർട്ട് ഗ്രൗണ്ട് ഇവിടെ എത്തി കേട്ടോ, ബീച്ച്. പക്ഷേ ഭയങ്കര തിരക്കാണ് കേട്ടോ, ഒരിടത്തും ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ മുഴുവൻ തപ്പി നോക്കുക എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. എന്നിട്ട് വേണം അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് പോവാം കേട്ടോ. Bye guys. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ് ഇന്ന്. സാറ്റർഡേയും കൂടി ആയതുകൊണ്ടായിരിക്കും. ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ആരെങ്കിലും ചാടിപ്പോയി കഴിഞ്ഞാൽ ഉടനെ അവിടെ കയറിയിരിക്കും. അതിനിടയ്ക്ക് അവിടെ ഒരു പൈപ്പ് ഓണായി കിടക്കുന്ന അച്ചുകുട്ടൻ അത് നിർത്താൻ നോക്കി, പണി പാടി. അത് നിർത്താൻ പറ്റുന്നില്ല. അച്ചും അടുത്ത് കേട്ടോ. ഒരു രക്ഷയില്ല. 1 മണിക്കൂറായി ഇവിടെ ഒരു സ്ഥലത്തും ഇല്ല, ആരും ഇട്ട് പോകുന്നുമില്ല. ഞങ്ങളാണ് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. സ്പോട്ട് കിട്ടി. ഞങ്ങൾ നേരെ പോർട്ട് കംപ്ലൈ പോയി. അവിടെ കിട്ടി. ചിക്കനൊക്കെ റെഡിയാക്കി വെക്കുന്നു. കുറച്ച് ഇച്ചിരി എണ്ണയൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാർബിക്യൂ റെഡി ആവുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങളൊന്ന് ബീച്ച് കാണാൻ വേണ്ടി പോയതാണ്. നല്ല സൂപ്പർ ബീച്ചാണ് കേട്ടോ, നല്ലൊരു സീനറി ഉണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് എണ്ണയൊക്കെ തൂത്ത് കൊടുത്തു. അടിയിലൊക്കെ ഇച്ചിരി പിടിക്കാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് പിന്നെ എണ്ണയൊക്കെ ചെറുതായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്തു. നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആകാറായിട്ടുണ്ട്. ഭയങ്കര കാറ്റാണ് ഇവിടെ. പ്ലേറ്റിലല്ല വെക്കുന്നതുകൊണ്ടേ ഞങ്ങളുടെ ഫോയിൽ പേപ്പറിലാണ് വെച്ചത്. അതുകൊണ്ട് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ ഫോയിൽ പേപ്പർ പിടിക്കും. അതാണ് ഈ കാണുന്നത്. അനീഷാണ് കൂടുതൽ സമയം മറിക്കുകയൊക്കെ ചെയ്തത്. ഏകദേശം റെഡിയായി വരുന്നുണ്ട്. പിന്നെ 1-2 വലിയ പീസ് ഉണ്ടായിരുന്നു, അത് അങ്ങ് പിടിച്ചു വരുമായിരുന്നു അടിയിലൊക്കെ. നല്ല രസമാണ്. ഞങ്ങൾ പാർക്കിൽ കളിച്ചു. എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ കളിച്ചത്. ആൽബി ഒത്തിരി നേരം ഉറങ്ങിയായിരുന്നു. എന്നിട്ട് എൻ്റെ കൂടെ വന്നു കളിക്കാൻ. എന്നിട്ട് ഞങ്ങൾ രാത്രി ആയപ്പോഴാണ് വീട്ടിൽ പോയത്. എന്നിട്ട് സ്റ്റിൽ ഇച്ചിരി നേരം കളിച്ചായിരുന്നു. ഇതുപോലെയുള്ള നല്ല വീഡിയോക്ക് പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.